കർഷകന്റെ കണ്ണുനീര് ഇന്നും പാടശേഖരങ്ങളിൽ വീഴുന്നു എന്ന വസ്തുത ഗവൺമെന്റ് മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞൊരു 20 വർഷത്തെ കാലയളവ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉൽപാദനത്തിലും ഭൂവിസ്തൃതിയിലും കൃഷി ചെയ്യുന്ന വിസ്തൃതിയിലും ഗണ്യമായ കുറവ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കാൻ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ മാത്രമാണ്. ഈ കഴിഞ്ഞ വർഷം സംഭരിച്ച നെല്ലിൻ്റെ പണം കൊടുത്തതിൻ്റെ കണക്ക് ഞാൻ വ്യക്തമായി ജില്ല തിരിച്ച് 4 ജില്ലകൾ എടുത്തു പറഞ്ഞു. ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഒരു നിലപാടല്ലേ കേരളത്തിലെ നെല്ല് സംഭരണത്തിനുണ്ടായിട്ടുള്ളത്. പല പാടശേഖരങ്ങളിലും കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലെടുക്കാതെ കിടക്കുന്ന സന്ദർഭങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. സാർ, ഇപ്പോൾ ഈ കർഷകർ അവർ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ബാങ്ക് ലോൺ എടുത്തും കടം വാങ്ങിച്ചും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് ഈ കർഷകർ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ആ ഇറങ്ങുന്ന കർഷകർ അവരുടെ നെല്ല് പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച ഇന്നും കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതിഷേധം ഉയരും അക്കാര്യത്തിൽ. സാറേ, കർഷകന്റെ കണ്ണുനീര് ഇന്നും പാടശേഖരങ്ങളിൽ വീഴുന്നു എന്ന വസ്തുത ഗവൺമെൻറ് മനസ്സിലാക്കണം. ഗവൺമെൻറ് തന്നെ കണക്ക് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ നെല്ലുൽപാദനം കേരളത്തിൽ കുറയുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. 2020-21 201 ഹെക്ടർ വിസ്തൃതിയിൽ നെൽകൃഷി ചെയ്തിരുന്നുവെങ്കിൽ 2023-24 ആയപ്പോൾ അത് 178 ഹെക്ടറായി കുറഞ്ഞു എന്നുള്ളതാണ്. അവിടെ തന്നെ സ്വാഭാവികമായിട്ടും ഉൽപ്പാദനവും കുറയും. 626 മെട്രിക് ടണ്ണിൽ നിന്ന് 530 മെട്രിക് ടണ്ണായി നെല്ലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്നു സ്റ്റേറ്റിൽ. സാറ്, ഇത് കഴിഞ്ഞൊരു 20 വർഷത്തെ കാലയളവ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉൽപ്പാദനത്തിലും ഭൂവിസ്തൃതിയിലും കൃഷി ചെയ്യുന്ന വിസ്തൃതിയിലും ഗണ്യമായ കുറവ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രായോഗികമായൊരു മാറ്റം ഇക്കാര്യത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമല്ലേ സാർ? പ്രായോഗിക മാറ്റം കൊണ്ടുവരണം. ഏത് മില്ലായിക്കോട്ടെ, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ സിസ്റ്റത്തിൽ മാറ്റം വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുന്ന അലോട്ട് ചെയ്തിരിക്കുന്ന മില്ലുകൾ യഥാസമയം കൃത്യമായി നെല്ല് സംഭരിച്ച് എത്തിക്കുവാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നുള്ളതാണ്. കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കാൻ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ മാത്രമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട സാർ. 2025 ഫെബ്രുവരി 28 വരെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിൻ്റെ വില ലിസ്റ്റ് സഹിതം ഞാൻ ഈ മേശപ്പുറത്ത് വയ്ക്കാൻ തയ്യാറാണ്. അതിനനുസരിച്ച് സർക്കാർ ആ നടപടികൾ ഊർജിതമായി ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വർഷങ്ങൾ ഒരു പൊതുപ്രസംഗമാണ്. കർഷകർക്ക് പണം കൊടുക്കുന്നില്ല എന്നുള്ള പ്രസംഗം തുടങ്ങിയിട്ട് എത്ര വർഷമായി സാർ? അങ്ങനെ പറഞ്ഞു പോയാൽ അത് യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കഴിഞ്ഞ വർഷം സംഭരിച്ച നെല്ലിൻ്റെ പണം കൊടുത്തതിൻ്റെ കണക്ക് ഞാൻ വ്യക്തമായി ജില്ല തിരിച്ച് 4 ജില്ലകൾ എടുത്തു പറഞ്ഞു. മൊത്തം കണക്ക് പറഞ്ഞു. കുടിശ്ശികയില്ല. ചില കർഷകർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവരുടെ ഈ അവകാശികളുടെ വിഷയം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുള്ളവർക്ക് ഡയറക്റ്റായിട്ട് സപ്ലൈകോ പണം കൊടുത്തു. PRS വായ്പ അല്ലാതെ ഡയറക്റ്റായിട്ട് പണം കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ കുടിശ്ശിക തീർക്കാനുള്ള നിലപാട് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ സംഭരണ സീസണിൽ സംഭരിച്ചത് ഫെബ്രുവരി മാസം 20 വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. ബാക്കി 28 വരെയുള്ള കൊടുക്കാനുള്ള പണം ബാങ്കിലേക്ക് ലിസ്റ്റും പണവും PRS കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു വസ്തുതയല്ലേ സാർ? ഇവിടെ പറഞ്ഞു, സിവിൽ സ്കോറിൻ്റെ കാര്യം പറഞ്ഞു. സാർ, കർഷകരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് എപ്പോഴും നടത്തിയിട്ടുള്ളത്. സാർ, ഈ സംസ്ഥാന സർക്കാർ 2000 കോടി രൂപ വായ്പ എടുത്ത് അങ്ങനെയാണ് 210 ലക്ഷം 2,10,000 കർഷകർക്ക് ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഈ ഗവൺമെൻറ് നടത്തിയത്. അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് ആ നിലയിൽ, കാരണം ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചു, 1300ഓളം കോടിയെന്ന്. 1232 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട്. അതൊന്നും പറയില്ല. ആ വിഷയങ്ങളൊന്നുമില്ല. നെല്ല് സംഭരണത്തിൻ്റെ കാര്യം എടുക്കാം സാർ. ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള ഒരു നിലപാടല്ലേ കേരളത്തിലെ നെല്ല് സംഭരണത്തിനുണ്ടായിട്ടുള്ളത്. സാർ, ഇന്ത്യയിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ കിൻഡൽ ഒന്നിന് 907 രൂപ ഉൽപ്പാദന ചെലവുള്ള പഞ്ചാബിലും 2384 രൂപ ഉൽപ്പാദന ചെലവുള്ള കേരളത്തിലും കേന്ദ്രം MSP ഒരേ രൂപത്തിലല്ലേ സാർ കൊടുക്കുന്നത്? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കൂട്ടണമെന്ന ആവശ്യം എവിടെയെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടോ സാർ? അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണല്ലോ കേരളത്തിൽ സ്റ്റേറ്റ് ഇൻസെൻറ്റീവായി ഒരു തുക നിശ്ചയിച്ച് 28 രൂപ എന്നുള്ള തുക നിശ്ചയിച്ചിട്ട് അതിൽ ബാലൻസ് വരുന്ന തുക സ്റ്റേറ്റ് ഇൻസെൻറ്റീവായി കേരളം കൊടുക്കുന്നത്. അങ്ങനെയും കർഷകരെ സഹായിക്കുകയല്ലേ സാർ? സാർ, ഇപ്പോൾ കർഷകന് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന താങ്കൾ മന്ത്രിയായിരുന്നല്ലോ. ഞാൻ രേഖകൾ പരിശോധിച്ചപ്പോൾ
2014 ഡിസംബർ 3 പാലക്കാട് അന്നത്തെ MLA ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് സാർ. അദ്ദേഹം പറഞ്ഞത് ഞാൻ രേഖയിൽ നോക്കുമ്പോൾ സംഭരണ വില കിട്ടാൻ 4-5 മാസം കാലതാമസം വരുന്നു എന്നാണ് അന്ന് അദ്ദേഹം ഈ സഭയിൽ പറഞ്ഞത്. സാർ, ഞാൻ ഈ ഫെബ്രുവരി മാസത്തെ 28 വരെയുള്ള കണക്ക് പറഞ്ഞല്ലോ. അപ്പം 4-5-6 മാസം കാലതാമസം ഉണ്ടാകുന്ന അവസ്ഥ മാറ്റിയെടുത്തുകൊണ്ട് വരുന്നതിനെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയുന്നതിന് പകരം താങ്കൾ വീണ്ടും പഴയ ഓർമ്മയിൽ ആ 4-5 മാസം ഇപ്പോഴും വീണ്ടും ആവർത്തിച്ചത് ഒട്ടും ശരിയായില്ല എന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കർഷകരോട് ഏറ്റവും അധികം ആഭിമുഖ്യമുള്ളത് കർഷകരെ ചേർത്ത് നിർത്തുന്ന നിലപാട് തന്നെയാണ് എക്കാലവും ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചത്.